எங்க கூட போட்டி போட்டுக்கிட்டு என் சித்தி பொண்ணை பிடிச்சு வச்சிருக்கியானா? அந்த பரதேசி ராஸ்கல்ட்ட மரியாதை அவளை இப்பே விட்டு சொல்லு, இல்ல இந்த கடையை சாம்பலாக்கிடுவோம். கத்திக்க நின்னு தந்தால வகை நினைக்கலாம். ஏய் பாய முறை நாய எங்க அண்ணன் இருந்த கம்பளத்துக்கு ராஜா. டேய் என் அப்பாவுக்கு தெரியாம இங்க ஒரு ஈ காக்கா கூட பறக்காதுடா. ஈ பொள்ளாச்சி கம்பளம் நின்னு தந்தைக்கு சரியா கட்டியலடா. எங்க இருந்தோ வந்து நாங்க சத்தம் போட்டு எங்களை வரட்ட பாக்குறீங்களா? ഞങ്ങളുടെ അപ്പച്ചനെ വരട്ടിയല്ല ഞങ്ങൾക്ക് വേണ്ട കളി. ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് തന്നെ ഇവിടത്തെ ബിസിനസ് എങ്ങാനും പൊളിക്കാൻ നോക്കിയാണ്ടല്ലോ. என்னடா செய்வன் நாய? உங்க சித்தப்பன் செத்தது எப்படின்னு தெரியுமில்ல? மரியாதையா இங்க இருந்து போலனா அறுத்துறோம். மரியாதையா பவளத்தை கிட்ட ஒப்படைச்சிடு. அவ எங்க வீட்டு பொண்ணு. നിന്റെ പൊണ്ണാണെന്നും പറഞ്ഞ് നീ വീട്ടിൽ പോയിരുന്നാ മതിടാ. അവളിപ്പോ ആമ്പിളാരുടെ കൂടെയാ. എലികപ്പെട്ടതേ പന്നികാറു ആകുന്ന തെലുങ്ക് തെലുങ്ക് എലി വലുതായാൽ പെരിച്ചാഴി ആകില്ലെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? വാളാട്ടാതടാ നായേ. ഉണ്ണയെ ഇനി ഞങ്ങളടുത്ത് കളിച്ചാലുണ്ടല്ലോ. പോടാ പുല്ലേ. മര്യാദക്ക് കടയുടെ മുമ്പിൽ നിന്ന് പോയില്ലെങ്കിൽ എല്ലാത്തിനും അരിഞ്ഞ് കാണിലൂടെ പട്ടികളെ ഗുണകരച്യവും കണ്ണിലെ തേച്ചിട്ടു. എന്റെ കർത്താവേ, ഇനി ഇവിടെ കിടക്കപ്രതി ഉണ്ടാവത്തില്ലല്ലോ. എടാ ഉടനെ നീ അവളെ ഇവിടെ ഇറക്കി വിടണം. ഐ എം സോറി അങ്കിൾ. എടാ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ നീയും അവളും തമ്മിലുള്ള ബന്ധം എന്താ? അത് അങ്കിളെ ഈ ബന്ധം ചോദിച്ചാ. എടാ ഡാനി, ഗോവയെ റൗഡീസ് ഒന്നും ഇവിടെ കാണിക്കരുത്. എടാ അവൾ ആ ഗവർണറുടെ ഭാര്യയുടെ അനിയത്തിയുടെ മകളാ. അവളെയാ നീ പൊറപ്പിച്ചോണ്ടിരിക്കുന്നേ. അങ്കിൾ അത് ഒന്നും പറയണ്ട, അവളെ ഇപ്പൊ ഇവിടെ ഇറക്കി വിടണം. എടാ ഇവിടെ കച്ചവടം ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കാത്തവന്മാരാ ഗവർണർമാര്. അങ്കിൾ എന്നോട് ക്ഷമിക്കണം, എല്ലാം ഞാൻ തുറന്നു പറയാം. ഞാൻ പവിഴത്തെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അങ്കിൾ ഞങ്ങളെ അനുഗ്രഹിക്കണം പ്ലീസ്. എന്റെ കർത്താവേ, ഇവനൊന്നും ജീവിക്കാനും സമ്മതിക്കത്തില്ലല്ലോ. ஹலோ, சிஎஸ் ஸ்பீக்கிங். இன்ஸ்பெக்டர் தம்பியா? வணக்கம் சார். வணக்கம் வணக்கம். என்ன விஷயம் சார்? ഇതാണ് ദൈവനിശ്ചയം എന്ന് പറയുന്നത്. ഗോവയിൽ ഇരുന്ന് വന്ന ഒരാൾ പൊള്ളാച്ചിയിലെ மிஸ்டர் டானி, உங்களை அரெஸ்ட் பண்றேன். എന്തിനാ സാർ?
கவுண்டர் விட்டு பொண்ணை கடத்திட்டு வந்ததுக்கு ഞാനൊരു പെണ്ണെയും കടത്തിക്കൊണ്ട് വന്നിട്ടില്ല സാർ. அந்த விஷயம் நான் ஸ்டேஷன்ல வந்து சொல்லுங்க. സാർ ഇതൊക്കെ ഇവളവ് കോവപ്പെടുന്നത് പ്രായപൂർത്തിയായ ആണും പെണ്ണും കല്യാണം ചെയ്യാനുള്ള ഇടം താൻ എന്ത് രജിസ്റ്റർ ഓഫീസ് அது இதுவரைக்கும் உங்களுக்கு தெரியாதா? அது எனக்கும் தெரியும், நீ பேசாம இரு. இந்த பொண்ணு யாருன்னு தெரியுமா? இந்த ஊர் பஞ்சாயத்து தலைவரோட பொண்ணு. ആരുടെ പെണ്ണായാലും പെണ്ണല്ലേ സാർ? ആണിനും പെണ്ണിനും തമ്മിലല്ലേ കല്യാണം കഴിക്കാൻ പറ്റൂ? ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാ. அந்த கவுண்டரோட பேச்சும் கேட்டு உங்களை போல நியாயம் கைகாரியம் ചെയ്യുന്ന ஒரு சிஐ இந்த மாதிரி விஷயங்களும் தலையிடக்கூடாது சார். ஏமா உன் இஷ்டப்படி தான் அந்த மேரேஜ் நடந்ததா? ஆமா சார். இஸ் இட்? ആ സാർക്ക് സെൻസ് ഇരിക്കടാ, വിഷയം സ്വന്നാ പുരിയും. കാര്യം പറയാൻ പറ്റില്ല. മനസ്സിലായാലും ഇല്ലെങ്കിലും പോയത് നന്നായി. ഇല്ലെങ്കിൽ കാണാം. ഇങ്ങോട്ട് വാടാ. ഗോവയിൽ എന്റെ ഹൗസ് ഓണർ മിസ്റ്റർ പെരേരയുടെ മോള് മാർഗറ്റിനെ ഇവനെ കൊണ്ട് മാരേജ് ചെയ്യിപ്പിക്കാൻ അയാൾ കമ്പൽ ചെയ്തതാണ്. കണ്ടമാനം മണീസുള്ള മനുഷ്യനാ. ഇനി പെരേരയും മാർഗറ്റിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ ലുക്ക് ചെയ്യും? അതാ പെരേരയുടെ മുഖത്ത് നോക്കിയാ പിന്നെ മാർഗരറ്റിന്റെ മുഖത്ത് നോക്കേണ്ട കാര്യമില്ല. ആന്റിയുടെ അത്ര സുന്ദരിയല്ലേ? ആന്റിയുടെ അത്ര വൾഗറല്ല. പോണവിടുന്ന്. നിനക്ക് കോലടിക്കാൻ പറ്റിയ പ്രായമല്ല ആന്റി. സോറി. ആന്റി ഇനിയിപ്പോ ഗോവയിലേക്ക് ഒന്നും പോകണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ അങ്ങ് കൂടാ. ആ എന്റെ തലയിലെഴുത്ത് അത് ഷേവ് ചെയ്താ പോവില്ലല്ലോ. അതിന് നല്ല പാമോലി ക്രീം ഉപയോഗിച്ചാൽ മതി ആന്റി. തണ്ണി നീ അധികം ഫണ്ണിയാവണ്ട. ഐ ആം യുവർ അൽഫോൻസ് ആന്റി, അത് നീ മറക്കണ്ട. പിള്ളേഴ്സല്ലേ ആന്റി, ലീവ് ഇറ്റ്. ഐ നോ ഐ നോ. ഇനി ഇവിടെ ഇരുന്ന് സമയം കളയണ്ട. അപ്പച്ചൻ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നമുക്ക് പോവാം. ഇറങ്ങാം. ആ തൊമ്മി ആകെ പിണങ്ങിയിരിക്കുക. ഇനി ഞാൻ ചെന്നിട്ട് വേണം അവനെ കൺസീവ് ചെയ്യാൻ. അപ്പച്ചന്റെ പിണക്കൊക്കെ 2 ദിവസത്തേക്ക് ഉള്ളന്നേ. ആ എന്നാ പിന്നെ ഞങ്ങൾ വരട്ടെ. സ്വീറ്റ് ഡ്രീംസ്. വരട്ടെ. വാടാ വാടാ, അവര് കിടന്ന് ഉറങ്ങട്ടെ. ചുമ്മാ കിടന്ന്. അല്ല ഡാൻസയാ ക്ലിയർ ചെയ്താ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തു. അപ്പനല്ലേ? ഇല്ല, കടിക്ക് പോയിരിക്ക. ഓ ആശ്വാസമായി. എതുക്കങ്ക ഓ ഒന്നുമില്ല, അപ്പൻ എപ്പ വരുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. അരിസയും കായ്ക്കറിയും വാങ്ങി വരുന്നതുക്ക് കൊഞ്ച നേരം ആകും. നന്നായിട്ട് മലയാളം അറിയാലോ, പിന്നെ എന്നാത്തിനാ തമിഴ് പറഞ്ഞ് ഈ പാവത്തിനെ കുഴക്കണേ? ഇവിടെ ജനിച്ചു വളർന്നുകൊണ്ട് അറിയാതെ തമിഴ് വന്നു പോകും. അപ്പനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. ഓ നിന്റെ അപ്പനോട് ഒന്നും പറയാനില്ല. അപ്പനോടൊന്നും പറയാനില്ലെന്നോ? പിന്നെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ആ ഇങ്ങനെ പോയാൽ താമസിയാതെ കുഴപ്പമാവുന്നാ തോന്നുന്നു. കൊള്ളാം, ഇപ്രാവശ്യം തലയ്ക്ക് അസുഖം. കഴിഞ്ഞ തവണ വന്നപ്പോ വയറിന് കുഴപ്പം. ഇനി വരുമ്പോ എന്താവോ എന്തോ. ഇനി വരുമ്പോ നിന്നെയും കൂടെ അങ്ങ് അല്ലേ വേണ്ട, പിന്നെ പറ. അയ്യോ അപ്പ. മുതലാളി വണക്കം. വണക്കം. മുതലാളി ഇവിടെ ഒന്നുമില്ല, ഞാനിതിലെ വരുന്ന വഴിക്ക് ഭയങ്കര പല്ലുവേദന, അങ്ങനെ ഒന്ന് കേറിയതാ. പല്ലുവലിയാ? പല്ലുവലിക്ക് ഒരൊറ്റ മൂലിയുണ്ട് മോളെ. പല്ലുവലിക്കുള്ള മരുന്ന് പറിച്ചോണ്ട് പോവാ. சரிங்கப்பா. സാറ് വന്നാട്ടെ, നമുക്ക് അങ്ങോട്ടിരിക്കാം. കഷ്ടം.